തൃപ്പൂണിത്തറ BJP-യുടെ NDA-യുടെ A-ക്ലാസ് മണ്ഡലമായിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ 2020-ക്കായിരുന്നു സീറ്റ്. ആ 2020 ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നടി അഞ്ജലി നായരാണ് 2020-യുടെ തൃപ്പൂണിത്തറയിലെ സ്ഥാനാർത്ഥി. വളരെ സർപ്രൈസ് തന്നെയാണ്. അപ്പോൾ സിനിമയിൽ കാണുന്ന പ്രതീക്ഷ പെട്ടെന്ന് മണ്ഡലത്തിൽ രാഷ്ട്രീയത്തിൽ അല്ലേ? തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ നിന്നൊരു പാർട്ടിയിൽ നിന്നൊരു വിളി വന്നപ്പോഴും ഞങ്ങൾ ചോദിച്ചത് എനിക്ക് തന്നെയുള്ള വിളി ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്, സത്യം തന്നെയാണ്. എന്നെ തന്നെയല്ലേ ഉദ്ദേശിച്ചത് എന്നുള്ളത്. പക്ഷെ പിന്നീട് ഹസ്ബൻഡ് പറഞ്ഞു, ഇപ്പൊ എനിക്ക് എന്റെ പെർസെപ്ഷനിൽ ഞാൻ ചെറുപ്പമാണ്, കാരണം രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ആ ഒരു പക്വത എനിക്ക് ആയിട്ടുണ്ടോ എന്ന് ഞാൻ 2 വട്ടം ചിന്തിച്ചു. എന്റെ മക്കൾ ചെറുതാണ്, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ട സമയം ഞാൻ ഇങ്ങോട്ട് മാറ്റുമ്പോൾ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ അവരെ ബാധിക്കും എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഓരോ സൊല്യൂഷൻസ് ഞങ്ങൾ തന്നെ ഒരു രാത്രി കൊണ്ട് കണ്ടുപിടിച്ച് രണ്ടും കൽപ്പിച്ച് സമ്മതം മൂളുകയായിരുന്നു. കിട്ടിയ അവസരത്തെ ഒരു കയ്യൊപ്പ് കൊടുത്തുകൊണ്ട് ആ പ്രവർത്തനങ്ങളിലേക്ക് നിൽക്കണം എന്നാണ് ഇറങ്ങാന്ന് കരുതി. സത്യം. അതുകൊണ്ട് തൃപ്പൂണിത്തറ നിങ്ങൾ അറിഞ്ഞോടുകൂടി പിന്നെ ഒന്നും ചിന്തിച്ചില്ല. എന്തായാലും ക്ലാസ് മണ്ഡലമായിട്ടും വളരെ വിജയപ്രതീക്ഷയോടുകൂടി BJP നോക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ എന്തുകൊണ്ടായിരിക്കാം അഞ്ജലിയെ സെലക്ട് ചെയ്തതെന്നാണ് സ്വയം വിചാരിക്കുന്നത്? നേരത്തെ സാബു സാർ പറഞ്ഞതുപോലെ തന്നെ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചതുകൊണ്ടാവാം, തൃപ്പൂണിത്തറയിൽ ഞാൻ പഠിച്ചതുകൊണ്ടാവാം, തൃപ്പൂണിത്തറ എന്റെ നാടായതുകൊണ്ടാവാം. ഏറ്റവും കൂടുതൽ അവിടെ ഞാൻ മനസ്സിലാക്കിയത് അഞ്ജലി അവിടെ ഉള്ള ജനങ്ങളോട് ഭയങ്കരമായിട്ട് ഒരു ആൾക്കാർ അറ്റാച്ച്മെന്റ് തീർച്ചയായിട്ടും അത് അവർക്കൊരു പ്രയോജനമായിരിക്കും. അത് അഞ്ജലിക്ക് ഈസി ആയിട്ട്, അതായത് ഒരു അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഒരാളെ പറ്റി പോകുന്നതിനേക്കാളും നമ്മൾ അറിയുന്ന ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിനുള്ള ഒരു മാറ്റമുണ്ട്, പോസിറ്റീവ് ഉണ്ട്. അതാണ് തീർച്ചയായിട്ടും ഞാനതിൽ മനസ്സിലാക്കിയത്. ഞാൻ അഞ്ജലി അത് പറഞ്ഞ കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത് ഈസി ആയിട്ട് സാബുസാറും അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും അഞ്ജലിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടോ? ആദ്യമായിട്ടാണോ അങ്ങനെ ഒരു മത്സര രംഗത്തേക്കൊക്കെ ഇറങ്ങുന്നത്? പൊളിറ്റിക്സ് തീർച്ചയായിട്ടും പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിൽ ഇത് ആദ്യമായിട്ടാണ്. ഒരുപാട് പ്രചരണങ്ങളിൽ എന്നെ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് പല പാർട്ടിക്കാരും സമീപിച്ചിരുന്നെങ്കിലും കലയിൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടും അതിൽ ഒരു എന്തെങ്കിലും ഈ പറയുന്നതുപോലെ സൈഡാക്കോ എന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തരത്തിലൊരു ഓഫർ വന്നപ്പം നമ്മള് കൂടുതലും സെലിബ്രിറ്റീസുകൾ വരുന്നു. മുമ്പുണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ സുരേഷ് ചേട്ടൻ ഉൾപ്പെടെ, കൃഷ്ണകുമാരേട്ടൻ ഉൾപ്പെടെ, ദേവൻ ചേട്ടൻ ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ ഹിസ്റ്ററി നോക്കുമ്പം ദേ ആർ വെൽ ആക്റ്റീവ് ഇൻ മൂവീസ് ഓൾസോ. അവര് സുഖമായിട്ട് പോണു, സുഖമായിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തുന്നു. എന്തുകൊണ്ട് നമുക്കും ആയിക്കൂടാ? തള്ളിപ്പറയേണ്ട ഒരു പശ്ചാത്തലം അല്ല ഞാൻ തോന്നുന്നു. കാരണം വെച്ചാൽ ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരു പൊളിറ്റിക്സ് ചിന്താഗതികളുണ്ട്. അത് കാരണം ഒരാളെ മാറ്റി നിർത്തുക, അയാളെ മാറ്റി നിർത്തുക, അങ്ങനെ ചിന്തിക്കുന്ന തെറ്റായിട്ടുള്ള ചിന്താഗതിയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതിലുപരി എല്ലാ പാർട്ടിയിലും എനിക്ക് വളരെ നല്ല സൗഹൃദമുണ്ട്. ഞങ്ങൾക്ക് എല്ലാ പാർട്ടിക്കാരും ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് വളരെ അറ്റാച്ച്ഡ് ആണ്, സൗഹൃദമുണ്ട്. എല്ലാരും എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു ആശങ്കയിൽ ഇരിക്കുകയാണ്. പക്ഷെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് ഉള്ളിന്റെ ഒന്നിൽ ചേർന്ന് കഴിഞ്ഞല്ലോ. അപ്പൊ ഇനിയിപ്പോ ഞാൻ കാണുന്നത് എല്ലാവരും മനുഷ്യരാണ്. അതിന് നമുക്ക് തരുന്ന ഓരോ നിയോഗങ്ങൾ ഉണ്ടാവും. എനിക്കിതാണ് നിയോഗം, മത്സരിച്ച് നോക്കാം. വിദേശിയാണെങ്കിലും ആ നാട്ടിലെ ആളുടെ സ്വന്തം നാടായ കൈകപ്പോടെ രേഖപ്പെടുത്തണം. കാരണം തൃപ്പൂണിത്തറക്കാർക്ക് ഒന്നും ഓർക്കാല്ലോ ആൾക്കാർക്ക്. സിനിമാ മേഖലയിലൊക്കെ പ്രചാരണത്തിന് പറഞ്ഞു മിസ് കോളുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എല്ലാരും തിരിച്ചു വിളിക്കണം. എന്നിട്ട് എന്താണ് എല്ലാവരുടെയും പ്രതികരണം എന്ന് അറിയണം. വിളിക്കണം, എല്ലാവരെയും വിളിക്കണം. ഈ പറയുന്നത് പോലെ എന്തെല്ലാം ഈ കുറഞ്ഞ ദിവസങ്ങളിൽ ചെയ്യാൻ സാധിക്കുമോ എന്റെ തൃപ്പൂണിത്തറയിലെ നാട്ടുകാർക്ക് വേണ്ടി ഞാനത് ചെയ്തിരിക്കും. ഇനിയിപ്പോ ഈ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ പോയി കാണാൻ അങ്ങനെയൊക്കെ ഉണ്ടോ? പ്രചാരണത്തിന്റെ റോഡ് ഷോ പ്ലാൻ ചെയ്യണം. അതെ, തൃപ്പൂണിത്തറ പറഞ്ഞത് വളരെ ഈ കുറച്ച് സമയം കൊണ്ടല്ലേ. അതുകൊണ്ട് ഇനി അതെ കേട്ട നിങ്ങളുടെ മുഖത്ത് വരെ ഞാൻ കെട്ടലുകൾ കാണുന്നുണ്ട്. എല്ലാം നന്നായി ഭവിക്കട്ടെ. സ്വാതിക്കൊപ്പം വിപിൻ സി വിജയൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.